ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ശബരിമല ആറ്റുകാലമ്മയ്ക്ക് ഇന്ന് പൊങ്കാല സമർപ്പണത്തിന്റെ ദിനമായിരുന്നു. ദൂരം പോലും വകവയ്ക്കാതെ, ചിലർ ആരോഗ്യസ്ഥിതി പോലും വകവയ്ക്കാതെ അവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ പറയുന്ന പൊങ്കാലക്കലത്തിൽ പൊങ്കാല നിവേദ്യം തെളിച്ചു മറയുന്നതോടൊപ്പം തന്നെ നടക്കും, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ആഗ്രഹ സഫലീകരണം ഉണ്ടാവും എന്ന നിർവൃതിയോടെ തിരികെ പോയിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങളെ നമ്മൾ കാണുകയുണ്ടായി വാർത്തകളിലൂടെ. എന്നാൽ തങ്ങളുടെ പൊങ്കാലക്കലം അത്രയും ആഗ്രഹത്തോടെ അത്രയും വ്രതശുദ്ധിയോടെ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തിന് നിരത്തിലൂടെ ഓടിച്ചു കയറിയ ഒരു വണ്ടിയിൽ ഏതോ നീചപ്രവൃത്തി ചെയ്തിട്ടുള്ള നീച മനസ്സുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പിശാചുകൾ തട്ടിത്തെറിപ്പിച്ച ഒരു വാർത്തയും നിങ്ങൾ അറിയണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഉദ്ദേശശുദ്ധി കൃത്യമായിട്ട് പോലീസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്, ഇത് ആൾക്കാരിലേക്ക് എത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനൊരു കള്ള വാർത്ത ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ പറയുന്ന ആളുകൾക്ക്. കാരണം ഇത്രയും ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ളൊരു കാര്യം ഈ പറയുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം, അപ്പം ഇത് മുന്നിലേക്ക് വരേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പള്ളികളിലും ബാക്കി സ്ഥലങ്ങളിലും ഒക്കെ ഈ ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്, സഹായത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനിടയിൽ ഇത്രയും മതസൗഹാർദ്ദം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചില്ലറക്കാരല്ല, അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അവർ നെരിച്ചിട്ടോണ്ട് ഒരു പോക്ക് പോയി പൊങ്കാലിട്ട് വാങ്ങി വെച്ച കാലമാണ്. ഇതിനെല്ലാം അടിച്ചു തകർത്തിട്ടാണ് വിളിച്ചിട്ട് ചേട്ടൻ വിളിച്ചിട്ട് തിരിഞ്ഞു നിൽക്കാതാണ് അവർ പയ്യത്. 10-2 ഞാൻ എത്ര ദിവസം വൃതമെടുത്ത് കലം മാറ്റി തന്നെ ഒരു പൊങ്കാലക്കാലം അമ്മയ്ക്ക് പൊങ്കാലിട്ടാണ് ഞങ്ങൾ വന്നത്. പൊങ്കാലിടാൻ അവര് പോലീസുകാരും കമ്മിറ്റിക്കാരും ഇവിടുത്തെ കമ്മിറ്റിക്കാർ മാറ്റുന്ന പൈസത്തെ പൊങ്കാലിട്ടോണ്ടിരിക്കാണ്. രണ്ടാമതിട്ടാണ് ഞങ്ങള് ഞാൻ ഇവിടെ ഇരിക്കും. ഒരാ കൊച്ചിനെ പൊള്ളി എടുത്തോണ്ട് പോയിരിക്കുന്നു. അവള് കൈയൊക്കെ പൊള്ളിപ്പോയി കൊണ്ടുപോയിരിക്കുന്നു. അവർക്ക് അത്രയ്ക്ക് അറിഞ്ഞു നമുക്ക് പിടിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ പിടിക്കണം. എന്തിനാണ് നമ്മൾ അങ്ങനെ പൊങ്കാലിക്ക് വന്നതാണ്? അവരെ പിടിച്ചേ പറ്റൂ ഞങ്ങൾക്ക്. എല്ലാരും കൂടെ ഇവിടെ ഇരിക്കായിരുന്നു. ഒരു വണ്ടി വാങ്ങി വന്ന് എല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. 2 പേര് അവിടെ ഇരുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ കയ്യിൽ ഇങ്ങനെ പൊങ്കാല മറിഞ്ഞ് വീഴുന്നു, കയ്യത്രയും പൊള്ളി. അതിപ്പോ എല്ലാ ഹോസ്പിറ്റലിലാണ്. അവർ 2 പേരും അവിടെ ഇരുന്ന്, നമ്മളിവിടെയാണ് ഇരുന്നത്. നമ്മളെ പൊങ്കാലയൊക്കെ അവിടെ ഇരുന്നു. അപ്പൊ ഇങ്ങനെ വന്നാൽ പൊങ്കാല എടുത്ത് തെറിപ്പിച്ച് ഇവരെ ഇടിക്കാൻ പോയപ്പോഴും അടുപ്പിരുന്ന പൊങ്കാല അവർ ദേഹത്തോടെ തൂവിയതാണ്. അവർ രണ്ടാമത് പൊങ്കാല ഇടുന്നത്. ഇപ്പം പോലീസ് രണ്ടാമത് നമുക്ക് കലവും സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ രണ്ടാമത് ഇപ്പം പൊങ്കാല ഇടുന്നതാണ്. എത്രയോ വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ നമുക്ക് അപകടം പറ്റിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. പോലീസ് എന്താ പറയുന്നത്? പോലീസിന് പരാതി അവര് പറഞ്ഞ അവര് പിടിക്കാൻ തുറന്നു. പിന്നെ അവർ സാധനങ്ങളും കലവും എല്ലാ സാധനവും അവര് പറഞ്ഞില്ല, നോക്കാന്ന് പറഞ്ഞു. ഇതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് CCTV ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി നമ്പർ കണ്ടെത്താൻ കൃത്യമായിട്ട് കുറച്ച് സമയത്തിന്റെ ആവശ്യമേ പോലീസിനുള്ളൂ. ബേക്കറി ജംഗ്ഷനിലാണ് ഈ ഒരു പ്രവൃത്തി നടന്നതെന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ ദേഹത്ത് ആ തട്ടിത്തെറിപ്പിക്കുന്ന സമയത്ത് പൊങ്കാലക്കലത്തിലെ ചോറ് വീണ് പുള്ളി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നവർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു കള്ളവാർത്ത പ്രചരിപ്പിക്കേണ്ടതിന്റെ കാര്യമില്ലല്ലോ. കാരണം ഇതൊരു കള്ളവാർത്തയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുമോ, ഇതിനെക്കുറിച്ച് പറയാതിരിക്കും. അപ്പം ഇങ്ങനൊരു കാര്യം ഇല്ലാത്തത് ഉണ്ടായി എന്ന് പറയുമ്പം ആ സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നതല്ലേ. അപ്പം ഇങ്ങനൊരു പ്രവൃത്തി സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഈ പറയുന്ന പൊങ്കാല നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാല ടൈമിൽ ഗതാഗതം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അവിടെ എത്രത്തോളം നിയന്ത്രിതമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെയുള്ള നിരത്തിലൂടെ ഒരു വാഹനം എപ്രകാരം പോലീസ് നിൽക്കുന്ന സമയത്ത് പോയി എന്നുള്ളത് ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള ചിന്തയാണ്. അതിലപ്പുറത്തേക്ക് അത് കടന്നുപോയതിനു ശേഷം ഇത്രയും നേരമായിട്ടും ആ വണ്ടി പിടിക്കാനുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും ആലോചിക്കേണ്ട കാര്യമാണ്. അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചെങ്കിലും അത് കൃത്യമായിട്ട് കരുതിക്കൂട്ടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം. കാരണം ഈ പറയുന്ന പൊങ്കാലക്കിടയിൽ പ്രശ്നം ഉണ്ടായി എന്ന് കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഇത്. ഈ പറയുന്ന ദൈവവുമായി, ഒരു മതവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട, ദൈവവുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തകർക്കാൻ ശ്രമിച്ചത് ആരായാൽ തന്നെ കൃത്യമായിട്ട് അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത നമ്മുടെ നിയമത്തിനുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർക്കുള്ളത് തന്നെയാണ്. കാരണം മറ്റ് മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും അവരുടെ പള്ളികളിലും അല്ലെങ്കിൽ പള്ളി പരിസരങ്ങളിലും പോലും ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി, അവർക്ക് ദാഹജലത്തിന് വേണ്ടി ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവരാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാവിപത്തുകളെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇത് എത്ര ഈ പറയുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം വിരലിലുണ്ടാവുന്ന ചില മാധ്യമങ്ങൾ മാത്രമേ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്
കമന്റ് ബോക്സിനകത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഈ ഒരു വാർത്ത കിട്ടി. അതുകൊണ്ടാണ് എനിക്കിത് ഷെയർ ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ പറയാൻ തോന്നിയത്. കാരണം കുറച്ച് ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കുറച്ച് പേരെങ്കിലും പുറപ്പെടും. അപ്പം ഈ വാർത്ത വ്യാജമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒരു വ്യാജ വാർത്ത കെട്ടിച്ചമച്ചതാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും. കാരണം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവനെ പെട്ടെന്ന് തന്നെ പൂട്ടുക. കാരണം അവൻ്റെ ഉദ്ദേശശുദ്ധി അത്ര നല്ലതല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മറ്റു പലതും പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി, കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പറയുന്നുണ്ട്. ഈ പറയുന്ന മറ്റു മതങ്ങളെ വെച്ച് പറയുന്നുണ്ട്, മറ്റു പാർട്ടിക്കാരെ വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയവും മതവും എല്ലാം കലർന്നുള്ള ഒരു വല്ലാത്ത ഒരു കളി, ചീരിതിരിഞ്ഞുള്ള കളി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് പുറത്തു വരട്ടെ.